السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യ അതിഥി കെ എൻ സുലൈമാൻ മദനി, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങൾ, ഒരു പ്രഭാഷണത്തിന്റെ ആവശ്യം ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇല്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ആശംസയിലൊരുക്കി ഒരു 5 മിനിറ്റ് നേരത്തെ ചെറിയ സംസാരത്തിലൂടെ എന്റെ ഭാഷണം അവസാനിപ്പിക്കാം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ട് തന്നെയുള്ള ചില വിഷയങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഒരു ദിവസം സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം അവിടെ ഒരു സംസാരം നടത്തി. ആ സംസാരം കേട്ട് ആളുകൾ കരഞ്ഞു. ആ സംസാരത്തെ വിശേഷിപ്പിച്ചത് ദറഫത് മിൻഹൽ ഉയൂൻ വവജിലത് മിൻഹൽ ഖുലൂബ്, കണ്ണുകൾ ഈറനണിഞ്ഞു, ഹൃദയങ്ങൾ നിറകൊണ്ടു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നടത്തിയ ഒരു പ്രഭാഷണമായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു സംസാരം നടന്നപ്പോ സഹാബികൾ ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇതൊരു മുവദ്ദിഅന്റെ, ഒരു യാത്ര പറച്ചിലിന്റെ സംസാരം പോലെയുണ്ടല്ലോ പ്രവാചകരെ, ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്താണ് കൂടുതലായി അങ്ങനെ ഒരു ഉപദേശം ഞങ്ങൾക്ക് നൽകാനുള്ളത്, ഞങ്ങൾ ഉപദേശിച്ചാലും എന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട്. പ്രസക്തമാകുമല്ലോ ആ ഉപദേശം. കാരണം 23 വർഷക്കാലത്തെ തന്റെ പ്രബോധനത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വളരെ ഉത്തമമായ ഒരു സമൂഹത്തെ വളർത്തിയെടുത്ത് അവരിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് വരും കാലങ്ങളിലേക്കുള്ള, വരും തലമുറകളിലേക്കുള്ള ഇസ്ലാമിന്റെ ആ വെള്ളി വെളിച്ചം കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ അവസാന കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ആ ഉപദേശം എന്തുകൊണ്ടും ഏറെ പ്രസക്തമായിരിക്കുമല്ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതിന്റെ ബാക്കി ഭാഗം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അവർക്ക് അവരുടെ ചോദ്യത്തിന് മറുപടി നൽകി. ഊസിക്കും ബിതഖ്വല്ലാഹ്. ഒന്നാമതായി പറയാനുള്ളത്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാകണേ. പടച്ചവനെ പരിചയപ്പെടുത്തിയില്ലേ? പടച്ചവന്റെ ഗ്രന്ഥത്തെ സംബന്ധിച്ച് നമ്മൾ കേട്ടല്ലോ. ആ ഗ്രന്ഥത്തിന്റെ പവിത്രതയെ നമ്മൾ അറിയുന്നവരാണല്ലോ. ഖുർആൻ പഠിതാക്കളാണ്. പരിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ മാഹാത്മ്യം തിരിച്ചറിയുന്നവരാണ്. ഖുർആനിൽ പല ആരാധനകളെ സംബന്ധിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ജീവിത ചിട്ടകളെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. എങ്ങനെയാകണം ആകരുത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി നമുക്ക് നിർദ്ദേശം നൽകുന്നു. എന്തിനാണത്? അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ ശുദ്ധരായി പവിത്രത നേടി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ യോഗ്യരായ വിധത്തിൽ തഖ്വ നേടി മുന്നോട്ട് പോകണം. അങ്ങനെ നിങ്ങൾ ആയിത്തീരണം എന്നുള്ള നിലക്കാണ്. ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ബോധ്യപ്പെടുത്തുന്നത് തഖ്വ അത് ഏത് കാലഘട്ടത്തിലും ഏത് സന്ദർഭങ്ങളിലും നിങ്ങളിൽ ഉണ്ടാകണേ എന്നാണ്.
അതിന്റെ ആ ഉപദേശം അവസാനിപ്പിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഫൈനഹു മൻ യഇസ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ. നിങ്ങൾ കുറെ കാലം കൂടെ നിങ്ങളിവിടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. പലതരത്തിലുള്ള ചിന്താഗതികളും അഭിപ്രായ ഭിന്നതകളുമൊക്കെ മതത്തിന്റെ ഓരോ വിഷയങ്ങളിലും ഒക്കെ കടന്നു വരും കേട്ടോ. അങ്ങനെ ഉണ്ടാകുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താ? വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്നഹ ളലാല. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, മതത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒന്നും തന്നെ പുതുതായി കൊണ്ടുവരരുത് കേട്ടോ. അതൊക്കെ ലലാലത്തിലേക്കാണ് പോവുക. ഞാൻ പോകുന്നത്, ഞാൻ ഇതുവരെ നിർവഹിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, മോചനത്തിന് വേണ്ടി, അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ആവശ്യമായ കാര്യങ്ങളാണ്. ഒന്നും പറയാതിരുന്നിട്ടില്ല, ഗുണകരമായതൊന്നും പറയാതിരുന്നിട്ടില്ല. ദോഷകരമായ കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ ആ കാര്യങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ ഞാൻ തടയാതിരുന്നിട്ടുമില്ല. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. പിന്നെ എന്തിന് ഈ മതത്തിൽ നിങ്ങൾ പുതുതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കണം? അതാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന്. മാത്രമല്ല, ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതും കൂടെ പറഞ്ഞു, ഫമൻ അദ്റക ദാലിക മിൻകും ഫഅലൈഹി ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന് അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു പോയി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ ശ്രമിക്കണം. സച്ചരിതരായ എന്റെ പാതകൾ കൃത്യമായി അനുധാവനം ചെയ്ത് പിന്തുടർന്നു പോകുന്ന സഹാബത്തിന്റെയും മാതൃക ഏതാണോ, ചര്യകൾ ഏതാണോ, അത് നിങ്ങൾക്ക് ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ ഒക്കെ നിലനിർത്താൻ സാധിക്കണം എന്ന് പ്രവാചകൻ നമ്മളെ ബോധ്യപ്പെടുത്തി. അപ്പൊ നമുക്ക് സംശയത്തിന് ഇടമില്ല. നമ്മുടെ മുഖ്യപ്രഭാഷണത്തിൽ നമ്മൾ കേട്ടതുപോലെ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും അവ നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് നമ്മളെ വഴികാട്ടി. അങ്ങനെ വരുമ്പോ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല, കണ്ടതിന് സംഭവിക്കുമെന്ന്. എന്നിട്ട് അതിന് ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ അടിവസ്ത്രം പോലും അത് കഴുകി അതിന്റെ വെള്ളമെടുത്ത് കുടിക്കുകയോ ഒക്കെ ചെയ്യണമെന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞത് അതിന് വ്യത്യസ്തമായി ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ അന്ധവിശ്വാസങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ വിശ്വാസം കളങ്കമാകാതെ, അതിന് ഒരു തരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ, നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പറഞ്ഞ നാം തുടക്കം കുറിച്ച ഈ ഒരു ആദർശ കുടുംബം എന്ന ഈ ഒരു സംരംഭം, അങ്ങനെ നടത്തപ്പെടുന്ന ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമാറാകട്ടെ. അതിനെല്ലാവിധ ആശംസകളും നേരുകയാണ്. അതേപോലെ ഇവിടെ ഇന്ന് സമ്മാനർഹരായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ പരീക്ഷ എഴുതി അതിന്റെ സമ്മാനാർഹരായ എല്ലാ ആളുകളെയും അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തവും ഈ സംസാരവുമൊക്കെ സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ സ്വാലിഹായ ആഗ്രഹങ്ങളും പടച്ചറബ് നമുക്ക് പൂർത്തീകരിച്ചു തന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നേടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബാദികൾക്കും ഒക്കെ തന്നെ അള്ളാഹു എല്ലാവിധ മഗ്ഫിറത്തും റഹ്മത്തും അവരുടെ ജീവിതത്തിൽ എല്ലാ റഹ്മത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين
آمين آمين برحمتك يا أرحم الراحمين وجزاكم الله خير. السلام عليكم ورحمة الله وبركاته. നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്.